അദ്ദേഹത്തിൻ്റെ തലയിൽ അടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കണ്ടു. യൂണിഫോം ഇട്ട ഒരാൾ, ഹെൽമറ്റ് വെച്ച ഒരാൾ വടികൊണ്ട് തലയ്ക്ക് അടിക്കുന്നതും മൂക്കിനടിക്കുന്നതും 2 പ്രാവശ്യം അടിക്കുന്നതും നമുക്ക് കാണാം. 3-ാമത്തെ പ്രാവശ്യം അടിക്കാൻ ഓങ്ങുന്നതും കാണാം. ഷാഫി പറമ്പിലെ അടികൊണ്ട് മൂക്കിൽ രക്തം ഒലിപ്പിച്ച് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൂക്കിൽ സർജറി ഉണ്ടായി. 2 എല്ലുകൾക്ക് പൊട്ടലും ഉണ്ടായി. രാഷ്ട്രീയമായി അതിനെ തേച്ചുമാച്ച് കളയാൻ ചിലർ ശ്രമിക്കുന്നു. രാഷ്ട്രീയമായി അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ചിലർക്കറിയാം. എങ്കിലും ഒരു MP-യുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹത്തിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു എന്ന് ഉറപ്പ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ 4th എസ്റ്റേറ്റിനെയൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ പത്രക്കാരെ കാണിച്ചു. നമ്മൾ ആ ദൃശ്യം കണ്ടു. ആ ദൃശ്യവും ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതിയും സ്പീക്കർക്ക് അടുത്ത ദിവസം തന്നെ പോയിരുന്നു. കാരണം അവിടുത്തെ SP-യും കൺസേൺഡ് DIG-യും കൺസേൺഡ് IG-യും അവിടുത്തെ SHO-യും അവിടെ ഡിപ്ലോയ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരും MP-ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.